കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും എതിർപ്പറിയിച്ചിട്ടും മുഴുവൻ വരികളും പാടുകയായിരുന്നു. സംഭവം വിവാദമാക്കേണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ നൽകിയ വിശദീകരണവും വിവാദം ക്ഷണിച്ചു വരുത്തുന്നതാണ്. കേരളം ഒഴികെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളാണ് അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. ദേശീയ ഗീതമായ വന്ദേമാതരം മുഴുവൻ ആലപിക്കേണ്ട എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി മുഴുവനും പാടി. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഇടപെടാൻ ശ്രമിച്ചെങ്കിലും മുഴുവൻ പാടിത്തീർക്കുകയായിരുന്നു. സംഘാടക തലത്തിലെ വീഴ്ചയാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ് കോൺഗ്രസിന്റെ വാദമെങ്കിലും വന്ദേമാതരം മുഴുവൻ ആലപിച്ചതിനെ ന്യായീകരിക്കുകയാണ് നേതാക്കൾ. 2 ചരണം പാടുന്നത് പാർട്ടി പരിപാടികളിൽ മാത്രമെന്ന് പവൻ ഖേരയും മുഴുവനായി ചൊല്ലിയതിൽ പ്രശ്നമില്ലെന്ന് ജയറാം രമേശും പറഞ്ഞു. ये वंदे मातरम कांग्रेस के फंक्शंस में गाया जाएगा, ये राष्ट्रीय गीत है. कोई रोकने का प्रयास नहीं था, क्योंकि लंबे समय से कांग्रेस अध्यक्ष खड़े हुए थे. सोनिया जी कह रही थी उनके लिए कुर्सी लाके रख दो. വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത് ചടങ്ങിൽ ആരും തടഞ്ഞില്ലെന്നും സോണിയാഗാന്ധി കൈകാണിച്ചത് കസേര കൊണ്ടുവരാനെന്നും വിശദീകരിക്കുക കൂടി ചെയ്തു ജയറാം രമേശ്. തുടർന്നും വന്ദേമാതരം മുഴുവനായി പാടുമോ എന്നതിലും കേരളത്തിൽ വന്ദേമാതരം ഒഴിവാക്കിയതിലും കോൺഗ്രസ് നേതൃത്വം വ്യക്തമായ മറുപടി നൽകിയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചു. AICC ആസ്ഥാനത്ത് കോൺഗ്രസ് ദേശീയ ഗീതത്തെ അപമാനിച്ചെന്ന ആരോപണവുമായി BJP രംഗത്ത് വന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.